നിന്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യേണ്ടത്, നിന്റെ ഫ്യൂച്ചർ നീ പറക. നിന്റെ പ്രസന്റും നിന്റെ പാസ്റ്റും ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് കേൾക്കേണ്ടത് ഇതല്ല. എനിക്ക് നിന്റെ വായിന്ന് കേൾക്കേണ്ടത് നിന്റെ ഫ്യൂച്ചർ, നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ എന്താ സംഭവിക്കേണ്ടത് എന്ന് നീ പറക. കാരണം എന്നറിയോ, നീ വായി തുറക്കുമ്പോഴാണ് എൻ്റെ ദൈവം നിനക്ക് വാതിൽ തുറക്കുന്നത്. നീ വാ തുറന്നാൽ മാത്രമേ എൻ്റെ ദൈവം നിനക്ക് വാതിൽ തുറക്കൂ. കാരണം നിന്റെ വീടിന്റെ പ്രതിനിധി നീയാണ്. നിന്റെ വീടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാനല്ല. നിന്റെ കുഞ്ഞുങ്ങളെയോ നിന്റെ കുടുംബത്തെയോ പ്രതിനിധാനം ചെയ്യുന്നത് ഞാനല്ല. നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഭവനത്തെയും പ്രതിനിധാനം ചെയ്യുന്നത് നീയാണ്. നിന്റെ വീട്ടിൽ എന്താണ് സംഭവിക്കേണ്ടത്, നിന്റെ വീട്ടിൽ ഏത് വാതിലാണ് തുറക്കേണ്ടതെന്നുള്ളത് നീ വാ തുറന്ന് പറയണം. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടത് പ്രവാചകനല്ല. നിന്റെ വീട്ടിൽ നിന്റെ പട്ടണത്തിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് പറയേണ്ടത് ഞാനോ മറ്റൊരു വ്യക്തിയോ അല്ല. അത് നീ പറയണം, അത് നീ പറയണം. ഉടനെ അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ. പിന്നെ അവൾക്ക് സംഭവം പിടികിട്ടിയില്ല. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നില്ല എന്നവൾ പറഞ്ഞു. ശ്രദ്ധിക്കണം. അതിനവൻ, നീ ചെന്ന് അയൽക്കാരോട് വെറുചെമ്പ് പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞേനാ. ദൈവത്തിന് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം മാറ്റാനും ദിവാസനെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ വാതിൽ തുറക്കാനും ഒന്നുമുള്ള ഐറ്റങ്ങൾ എൻ്റെ കയ്യിലില്ല. ഒരു ഭരണി എണ്ണയുള്ളൂ, എൻ്റെ പക്കൽ ഇതേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ, നിലവിലുള്ളത് വെച്ച വാതിൽ തുറക്കും. എഴുതി വെച്ചു. ദാവീദേ, ഇത്ര വലിയ മല്ലനായ ഗോലിയാത്തിനെ നേരിടാൻ നിന്റെ പക്കൽ എന്തുണ്ട്? ഏതായുധമുണ്ട്? 5 കല്ലല്ലാതെ ഒന്നുമില്ല. ഹോവേ, 5 വേണ്ട മോനെ, 1 മതി. ഇത്ര വലിയ യെരിഹോ മതിലിനെ നിലംപരിചാക്കാൻ, ജോഷുവയെ, പുരോഹിതന്മാരെ കൊള്ള പങ്കിടാൻ നിങ്ങളുടെ പക്കൽ ഈ മതിൽ പൊളിക്കാൻ എന്തായുധമുണ്ട്? ആയുധമൊന്നുമില്ല ദൈവമേ, ഒരു കാകളുണ്ട്, മതി, ഊതിക്കോ. കാനാവിലെ വിവാഹ വീട്ടിൽ വിരുന്നുവാഴികൾക്കും വിരുന്നുകാർക്ക് കൊടുക്കാൻ ഇനി വീഞ്ഞുണ്ടോ? ഇല്ല. പിന്നെ എന്നാ ഉണ്ട്? കിണറ്റിൽ കുറച്ച് പച്ചവെള്ളം ഉണ്ട്, കോരിക്കോ, കോരിക്കോ. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരിക്കുന്ന മൂടമ്പനോട്, പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് നിനക്ക് തരാനില്ല, പിന്നെ ഒന്ന് ഞങ്ങൾക്ക് തരാനുണ്ട്. അതൊരു നാമമാ, അത് യേശുവിന്റെ നാമമാ. പറഞ്ഞോ.